സർക്കാരിന്റെ വികസന നേട്ടം സ്വന്തം നേട്ടമായി പ്രചരിപ്പിച്ചത് PV അൻവറിന് നേട്ടമായി എന്ന് സമ്മതിച്ച CPIM. സർക്കാരിന്റെ നേട്ടം അൻവർ വോട്ടാക്കി മാറ്റിയെന്നും അത് സ്ഥായിയായി നിൽക്കുന്നതല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. അല്ല, അൻവറിന് കുറേ വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ കുറച്ചധികം പിടിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. അത്ര കണ്ടാൽ മതി. അല്ല, ഘടകമായതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ അത് പറയുന്നത്. ഘടകമായിരുന്നു. അല്ല, ഞങ്ങളുടെ വോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച്. ഞാനത് അന്നും പറഞ്ഞാണ്. അതിലിപ്പോൾ പുതിയ വാദമൊന്നും വേണമെന്നില്ല. അടിയന്തരാവസ്ഥ കാലത്തെ RSS പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ശാസിച്ചു എന്ന വാർത്ത തെറ്റെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. തനിക്കെതിരെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. തെറ്റായ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സത്യവിരുദ്ധമായ ഒന്നാണ്. അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തക യോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്ന് സഖാവ് പിണറായി തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചു. ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ മുഴുവൻ അൻവറിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു CPIMന്റെ LDFന്റെ മുന്നോട്ടു പോക്ക്. അതിൽ അവരുടെ പ്രതികരണം ആ ഘട്ടത്തിലൊക്കെ വന്നത് അൻവർ ഫാക്ടർ എന്നൊന്നില്ല, ഒപ്പം തന്നെ UDFന്റെ വോട്ടുകളാകും അൻവർ പിടിക്കുക എന്നതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ നിലപാട് മാറ്റിയിരിക്കുന്നു അല്ലേ? അനുജ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തെരഞ്ഞെടുപ്പിന് ചുമതലക്കാരനായ PB അംഗം A വിജയരാഘവനും അടക്കമുള്ള നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല, അദ്ദേഹത്തിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നാണ്. മാത്രമല്ല, അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ തമസ്കരിക്കുന്നതിന് വേണ്ടി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരാമർശിക്കാതെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നത്. മുഖ്യമന്ത്രി മാത്രമാണ് അൻവറിനെ വഞ്ചകനെന്ന് വിളിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ CPIM നിലപാട് തിരുത്തുകയാണ്. അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായിരുന്നു, പാർട്ടിയുടെ വോട്ടുകളും LDFന്റെ വോട്ടുകളും അൻവർ പിടിച്ചിട്ടുണ്ട് എന്ന് തിരുത്തുകയാണ് CPIM ചെയ്യുന്നത്. അതായത് അൻവർ ഒരു ഘടകമായിരുന്നു, അൻവർ വികസന നേട്ടത്തിൻ്റെ വോട്ടുകളെല്ലാം അൻവർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു തിയറി കൂടിയുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഭരണത്തിൻ്റെ നേട്ടങ്ങളാണ് അവിടെ വോട്ടായി മാറിയത്, ആ വോട്ട് അൻവറിനാണ് ലഭിച്ചത് എന്ന പുതിയ ഭാഷ്യമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം CPIM ചമയ്ക്കുന്നത്. ഇതിലിപ്പോൾ മറ്റൊരു കാര്യം കൂടി, ഈ MV ഗോവിന്ദന്റെ പരാമർശം അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് അത് പാർട്ടിയിൽ തന്നെ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ അത്തരം വിമർശനങ്ങൾ വന്നു എന്നും ചില നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അത് പൂർണ്ണമായും നിരാകരിക്കുകയാണോ MV ഗോവിന്ദൻ? അനുജ, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ RSS സഹകരണം സംബന്ധിച്ച പ്രസ്താവന ചർച്ചയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിമർശനപരമായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദൻ്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ചർച്ചയെങ്കിൽ സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി പരാമർശമെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം. എന്നാൽ ഇത് പൊതുവായി പാർട്ടിയെയും മറ്റും പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന ആസൂത്രിത പ്രചാരവേലയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതിനിധി ജനിപ്പിക്കുകയും സെക്രട്ടറിയുടെ പ്രസ്താവന ദോഷം ചെയ്തു എന്നൊരു ധാരണ പൊതുസമൂഹത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു എന്ന ദുഷ്ടലാക്കാണ് മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിനെ നിയമപരമായി നേരിടാനുള്ള തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തതായി ഇപ്പോൾ MV ഗോവിന്ദൻ ഇവിടെ പ്രഖ്യാപിച്ചത്. ശരി, CPIM സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളോട് വിവിധ കാര്യങ്ങളിൽ നിലപാട് അറിയിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ഏറ്റവും പ്രധാനം നിലപാട് മാറ്റമാണ്. പാർട്ടിയുടെ PV അൻവർ ഘടകം ആയിട്ടുണ്ട് നിലമ്പൂരിൽ എന്നുള്ളതാണ്. പാർട്ടി വോട്ടുകൾ PV അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടൊപ്പം തന്നെ വികസന നേട്ടം, സർക്കാരിന്റെ വികസന നേട്ടം തന്റെ സ്വന്തം നേട്ടം എന്ന നിലയ്ക്ക് കൂടി PV അൻവർ വോട്ട് സമാഹരിച്ചു എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ.